ജോർജ് പെട്ടെന്ന് വന്നു അല്ലേ? അതെ, ഞാൻ അറിഞ്ഞു. നീ പറയുന്ന വിക്രമൻ മരിച്ചിട്ട് എന്റെ അറിവിൽ ഏതാണ്ട് 2 വർഷം കഴിഞ്ഞു. ആ വിക്രമൻ ഇനി ഒരിക്കലും നിന്നെ തേടി വരില്ല. ഒന്നുകിൽ നിനക്ക് തെറ്റി, അതല്ലെങ്കിൽ വന്നവന് തെറ്റി. പിന്നെ ഇവനാരാ? ഇവനെന്തിനാ നമ്മുടെ പുറകെ? നമ്മുടെ പുറകെ എന്നാരാ പറഞ്ഞത്? നിന്റെ പുറകെയല്ലേ അവൻ? എന്റെ പുറകെ തന്നെ. പക്ഷെ എന്റെ കഴുത്തിന് പിടിച്ച് അവൻ എന്നോടൊരു സ്വകാര്യം ചോദിച്ചു. എന്ത് സ്വകാര്യം? നീ നമ്മുടെ പൂച്ചക്കണ്ണനെ മറന്നോന്ന്. അച്ചായനല്ലാതെ പിന്നെ ആരാ എന്റെ അറിവിലൊരു പൂച്ചക്കണ്ണൻ? കാര്യം പറയുമ്പോ മനസ്സിലാക്കാതെ എന്റെ കഴുത്തിന് പിടിച്ചിട്ട് എന്താ കാര്യം? അച്ചായ ഉണ്ട്, നമ്മുടെ പുറകെ ആരോ ഉണ്ട്. അവൻ ആരാ എന്തിനാ എന്നാ മനസ്സിലാകാത്തത്. അവൻ ഇവിടെ വരുമോ? എനിക്കറിയില്ല അച്ചായ. അച്ചായൻ ഇവിടെ ഉണ്ടെന്ന് നമ്മുടെ പട്ടർക്കറിയാം. അവനെയും കാണാനില്ല. അച്ചായൻ ഇവിടെ നിന്ന് മാറുന്നതല്ലേ ബുദ്ധി? നോ, അങ്ങനെ ഒരുത്തൻ എന്റെ പിറകെ ഉണ്ടെങ്കിൽ അവൻ വരട്ടെ. ഞാനവനെ കാണും, സ്വീകരിക്കും. ഒരുപക്ഷേ നിങ്ങളെക്കാളേറെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് അവനെ ആയിരിക്കും. നിനക്ക് വേദനിച്ചോ ജോർജെ? ഇല്ല, എങ്കിലും ഒന്ന് അമർന്നു. ഇതാണോ പട്ടരെ അവന്റെ സുഖവാസ കേന്ദ്രം? അതെ. അവൻ എന്തിനാ ഇത്രയും ദൂരത്ത് വന്ന് സൂഹിക്കുന്ന പട്ടരെ? സുഖത്തിന് അങ്ങനെ ദൂരെ കൂടുതലും ദൂരക്കുറവും ഉണ്ടോ? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടല്ലേ. പട്ടര് സൂഹിക്കാറുണ്ടോ? ഇതാ ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊന്ന് സൂഹിക്കാറുണ്ട്. ഇതിലും വലിയ സുഖം ഏത് സുൽത്താന കിട്ടാറുള്ളത്? എന്നെ എന്ത് ചെയ്യാനാ ഭാവം? കൊല്ലോ? തനിക്ക് കുറേശ്ശെയായി ഒരു മരുന്ന് കുത്തിവെക്കും. ആ മരുന്ന് തലച്ചോറി കയറുന്നതോടെ താൻ ഈ ചങ്ങലയിൽ കിടന്ന് സാവകാശം വേദനിച്ച് ഒരു നായായി മാറും. അങ്ങനെ ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനായി താനാവും. നായയ്യങ്കാർ. തന്റെ പേര് ഗിന്നസ് ബുക്കിൽ വരും. അപ്പൊ ഈ ചങ്ങല മതിയാവോ കുട്ടിയാ സാർ? മതിയാവും. പക്ഷേ ഈ ചങ്ങല ഒന്നുകൂടെ മുറുക്കേണ്ടി വരും. കുട്ടി ഹസ് എന്ന പേരില്ലേ? അതെ. എന്തിനാ? പോലീസിൽ പറഞ്ഞു കൊടുക്കാനാ? ഏയ്, ഞാൻ ആരോടും പറയില്ല. എനിക്ക് ആ പേര് ഇഷ്ടായി. മുമ്പിൽ വണ്ടി പോകുന്ന കണ്ടില്ലേ? ഹോൺ അടിക്കണോ പട്ടരെ? ஆண் வர்ப்பம்ல போல இருக்கு. அதான் நாய் மாதிரி குலைச்சுக்கிட்டே போறான். കാടാണ്, കുറച്ച് ബഹളം വെക്കരുത്. Come on. ഇതെന്തിനാ ഡ്രോയർ? നിങ്ങൾ ഡ്രോയർ ഇട്ടിട്ടില്ലേ? ഇട്ടിട്ടില്ലേ? ഇതെന്താ വയറ്? ബെൽറ്റാ? വാ, കൊണ്ടുപോയി ആ മരത്തിൽ തൂക്ക്. നമ്മുടെ കള്ള പട്ടരത് കാണുന്നു. അയ്യോ, പിടിച്ചേ. നല്ല സ്ഥലം അല്ലേ പട്ടരെ? കണ്ടോ? അതാ നോക്കിയേ, നമ്മുടെ ഡ്രോയർ തൂക്കിയിട്ടിരിക്കുന്ന കണ്ടോ? അതിപ്പോ ഒരു മനുഷ്യനാണെന്നും ആ ഡ്രോയർ അവന്റെ ചന്തിയാണെന്നും പട്ടരൊന്ന് സങ്കല്പിച്ചേ. സങ്കല്പിച്ചു. അത് ചന്തിയാണ്, അതൊരു മനുഷ്യനാണ്. ഇതൊരു റിമോട്ട് കൺട്രോൾ ആണെന്നും ഇതിനൊരു സ്വിച്ച് ഉണ്ടെന്നും മനസ്സിലാക്കി. അത് മനസ്സിലായി. ഞാനിപ്പോ ഇത് അമർത്താൻ പോവാണ്. അമർത്തുമ്പോ എന്താ സംഭവിക്കുന്നതെന്ന് കാണണോ? എന്താ സംഭവിക്കുക? വാ ഹസൻ, വാ. നോക്കിക്കോ. കണ്ടോ? ഇതാണ് ഞാൻ കണ്ടുപിടിച്ച അണ്ടർവെയർ. ഈ അണ്ടർവെയർ ധരിച്ചാൽ 24 മണിക്കൂറും കുളിര് കൂരും. പട്ടർക്ക് കുളിരിഷ്ടമല്ലേ?
ഇതിനൊരു തുളയുണ്ടല്ലോ, അതെന്തിനാ? അത് തുളയല്ലടോ, തന്റെ ജലസേചന മന്ത്രിക്ക് കാറ്റ് കൊള്ളാനുള്ള ജനവാതിലാണ്. അഴിക്കട്ടാ? എന്നെ പൊട്ടിത്തെറിപ്പിക്കരുത്, കൊല്ലാൻ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? ഉണ്ട്, പല പല മാർഗങ്ങളുണ്ട്. അങ്ങനെ കൊന്ന പലരെയും പല മാർഗങ്ങളിലൂടെ രക്ഷിച്ചവനല്ലേ നീ. ഇനി നീ ഒന്ന് പൊട്ടിത്തെറിക്ക്, ഞാനൊന്ന് കാണട്ടെ. ഇനി നിന്റെ ശരീരം പൊട്ടിത്തെറിപ്പിക്കാൻ എനിക്കൊരു സ്വിച്ച് മതി. എവിടെ നിന്നാലും ഏതവസരത്തിലും നിന്റെ കൂടെ നിൽക്കുന്ന ആരെയും തകർക്കാൻ എനിക്ക് കഴിയും. ഞാൻ അറിയാതെങ്ങാനും നീ ഇത് അഴിക്കാൻ ശ്രമിച്ചാൽ അതോടെ നിന്റെ കഥയും തീരും. വെള്ളം നനഞ്ഞ് ഷോർട്ടായ ഇത് പൊട്ടിത്തെറിക്കോ? ഇല്ല, അതിന് ഞങ്ങൾ ബൈപ്പാസ് ഇട്ടിട്ടുണ്ട്, ഒരു സിമ്പിൾ കുഴൽ. അപ്പൊ എനിക്ക് രണ്ടിന് പോണെങ്കിലോ? കുറച്ചു കാലത്തേക്ക് താനി 2ാം ക്ലാസ്സിലേക്ക് പോണ്ട. ആ ക്ലാസ്സിലേക്കുള്ള വാതിൽ ഞങ്ങൾ കോലരക്കോട്ട് അടച്ചു. ഇവൻ ഇനി ഈ ചങ്ങല ആവശ്യമില്ല. ഇനി ഞാൻ പറയുന്നത് നീ കേൾക്കൂ, ഞാൻ പറയുന്നത് നീ ചെയ്യൂ. ഒരു പിച്ചപാത്രം എടുത്ത് കൈ തന്നിട്ട് തെണ്ടാൻ പറഞ്ഞാ നീ തെണ്ടും. അതെ, നീ എന്റെ നായാണ്. A trained dog by all means. അതല്ല, ചാവാനാണ് മോഹം എന്ന് വെച്ചാൽ ആ ഡ്രോയർ ഒന്ന് അഴിച്ചാ മതി, സുഖമായിട്ട് ചത്തോളും. ഇല്ല, ഇനി കൊന്നാലും ഞാൻ ഇത് അഴിക്കില്ല, ഇത് പൊട്ടും. പട്ടരുടെ തലയുടെ ഒരു ഭാഗം ഇപ്പോഴേ ഫ്യൂസായെന്നാ തോന്നുന്നത്. പട്ടരെ, പട്ടർക്കിനി ഒരു ചെറിയ ജോലിയുണ്ട്. നല്ല സ്റ്റൈലൻ കുട്ടിയായിട്ട് നീ നിന്റെ അച്ചായനെ കാണണം. അച്ചായൻ എവിടെ ഉണ്ടെന്ന് നിനക്കറിയാലോ. നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിന്റെ ജോർജ് അവിടെ തന്നെ ഉണ്ടാവും. ഞാൻ എന്താ ചെയ്യണ്ടേ? കുരയ്ക്കണോ അതോ കടിക്കണോ? നക്കണം. നക്കി നക്കി അവരുടെ തോല് പൊളിച്ച് എന്റെ മുമ്പിലിട്ട് തരണം. ഞാനൊരു ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അന്ത്യപരീക്ഷണത്തിൽ കർത്താവ് പറഞ്ഞയച്ചതാണ്. சொல்லிட்டு போங்க. யார் வேணும் உங்களுக்கு? யார் சார் வேணும் உங்களுக்கு? കർത്താവേ, പട്ടര് വന്നു. മാറി നിക്കടാ ചോമ്പേരി. ഞാനിപ്പോ ആരാണെന്ന് കാണിക്കാൻ നിന്നാല് ഞാനും താനും ഉടലോടെ സ്വർഗത്തിലെത്തും. മുത്തൂന്റെ അടുത്ത് പോകുന്നത് താൻ ഇതുവരെ എവിടെയായിരുന്നു? ദേവലോകത്ത്. ഒന്ന് മുറുക്കി കൊടുത്ത് ഇപ്പോഴാ ഇറങ്ങിയത്. അച്ചായനെവിടെ? അകത്തുണ്ട്. വളരെ സന്തോഷം. എല്ലാവർക്കും നല്ല കാലം വരുന്നുണ്ട്. പേടിക്കണ്ട, പൊട്ടില്ല. എന്ത് പൊട്ടില്ല? ഇപ്പൊ പൊട്ടില്ല, അതെന്നെ. വെൽക്കം ടു അവർ ഷെൽട്ടർ, മിസ്റ്റർ അയ്യങ്കാർ. I knew you would be hurt last. Cheers. നമ്മുടെയൊക്കെ പുറകെ ആരോ ഉണ്ടെന്നും അവൻ തന്നെ കടത്തിക്കൊണ്ടുപോയെന്നും ഈ ജോർജ് പറഞ്ഞു. അതൊരു തോന്നലായിരുന്നു അച്ചായ, അങ്ങനെ ഒന്നില്ല. അയ്യങ്കാർ മദ്യം നിർത്തിയോ? നല്ല സ്കോച്ചാടോ. അതുകൊണ്ടല്ല, 2ാം ക്ലാസ് പൂട്ടി, ആകപ്പാടൊരു വേലിയേറ്റം. ഇവനങ്ങനെ ചെന്നാ ബണ്ട് പൊട്ടും, ഷോർട്ടാവും, സകലതും പൊട്ടിത്തെറിക്കും. 2ാം ക്ലാസ്? LLB കഴിഞ്ഞ താൻ എന്തിനാ ഇനി 2ാം ക്ലാസ്സിൽ പോകുന്നത്? അച്ഛാ, എന്തോ ഒരു കോഡാണത്. ഇവൻ എന്തോ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അയ്യങ്കാർ ഇരിക്കും. കൃഷ്ണ, മുരുക, പാർത്ഥസാരഥി, തനിക്ക് എന്താ പറ്റിയത്? ആരാ തന്നെ പിടിച്ചോണ്ട് പോയത്? അവൻ എന്തെങ്കിലും കലക്കി തന്നോ? തന്നോന്ന്? കുളിക്കരുത്, ഷോർട്ടാവും. ഷോർട്ടായ സകല കുലുക്കലും അതോടെ നിൽക്കും. അപ്പൊ താനും ഭയന്നുല്ലേ? പേടിക്കണ്ട, പേടിക്കാൻ ഒന്നുമില്ല. നല്ല കാലാണെന്ന് കരുതിയാ മതി. അവനൊരു അന്തസ്സുള്ള മുതലയാടോ. ആരാണ് അവനെ താൻ കണ്ടോ? കണ്ടു. അന്ന് വിക്രമനായി വന്നത് അവനല്ലേ? വിക്രമനായി മാത്രല്ല, മഹാവിഷ്ണുവായി വന്നതും അവൻ തന്നെയാ. അവതാര. എന്തൊരു തേജസ്, എന്തൊരു മനുഷ്യത്വം, എന്തൊരു ഹൃദയം. ആ കണ്ണുകളിൽ നോക്കണം, അവിടെ നിറയെ കാരുണ്യ കടാക്ഷമാണ്. എന്നെ പൊന്നുപോലെ നോക്കി.
നിലം തൊടിയിച്ചില്ല. നേരിട്ട് കണ്ടാൽ ആരെയും നിലം തൊടിയിക്കില്ല. പുഷ്പക വിമാനമല്ലേ അച്ചായ അവനൊപ്പം കൊണ്ടു നടക്കുന്നത്. ആരാടോ അവൻ? ശബ്ദം ഉയർത്തരുത്. ശബ്ദം ഉയർന്നാലും അത് പൊട്ടും. എന്ത് പൊട്ടുമെന്ന്? എല്ലാം പൊട്ടും. അവനിപ്പോ എവിടെ ഉണ്ട്? എവിടെ ഉണ്ടാവാം. ഈ തൂണിലും തുരുമ്പിലും അച്ചായന്റെ പോക്കറ്റിൽ വരെ ഉണ്ടാവാം. ഇവന് വട്ടാച്ചായ. കുളത്തിലിറങ്ങി മുതലേ കണ്ട പേടി ഇവൻ ഇപ്പോഴും മാറിയിട്ടില്ല. ഇവൻ ഇവിടെ ഇരുന്നും തണുക്കട്ടെ. തണുക്കുമ്പോ എല്ലാം പറഞ്ഞോളൂ. അച്ചായനോട് പറയാൻ വിഷമമാണെങ്കിൽ എന്നോട് പറ. എനിക്കിപ്പോ ഒരു വിഷമമില്ല. അതാ എന്റെ ഇപ്പോഴത്തെ ഒരു വിഷമം. ഗുഡ് ഈവനിങ് മിസ്റ്റർ എഡ്വിൻ തോമസ്. ഞാൻ നിങ്ങളെ കാണാൻ വന്നതാണ്. അതിനു മുൻപ് ഒരാളെ ഇങ്ങോട്ട് അയച്ചിരുന്നു, നമ്മുടെ പട്ടരെ. അയാളാണ് തൻ്റെ ഭംഗിയുള്ള പേരെനിക്ക് പറഞ്ഞു തന്നത്. എഡ്വിൻ തോമസ്. ബ്യൂട്ടിഫുൾ നെയിം, വെരി ബ്യൂട്ടിഫുൾ നെയിം. ഏയ്, വികൃതികളൊന്നും വേണ്ട. തോക്കെടുക്കരുത്, വെടിവെക്കരുത്, അനാവശ്യമായ തമാശകളൊന്നും കാണിക്കരുത്. അതൊക്കെ തനിക്ക് ദോഷം ചെയ്യും. സമാധാനമായി കുറച്ചു നേരം സംസാരിച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊരു യുദ്ധം ചെയ്യാം. ഈ മുറിയിൽ ഞാൻ 2 സ്വിച്ചുകൾ വെച്ചിട്ടുണ്ട്. വെറുതെ നടന്ന് കളിച്ചതിലെങ്ങാനും ചവിട്ടിയാൽ ഇവിടെ പലതും പൊട്ടിത്തെറിക്കും. നീ ആരാണ്? ഐ എം an agent from the heaven. ഈ കണ്ണിനകത്ത്, ഈ നെഞ്ചിനകത്ത് ഒരാത്മാവ് നിന്നെ കാണുന്നുണ്ട്. നിന്നെ കൊത്തിക്കീറുന്നത് വരെ ആ ആത്മാവിനെ ഞാൻ പിടിച്ചു നിർത്തും. അതിനുശേഷം തുറന്നുവിടും. നിനക്ക് പേടിയൊന്നും തോന്നുന്നില്ലോ മിസ്റ്റർ എഡ്വിൻ തോമസ്? നീ തന്തയ്ക്ക് ജനിച്ച വില്ലനാണ്. ഒരു തന്തയ്ക്ക് പിറന്ന മകനെ നിന്നെ നശിപ്പിക്കാനാവും. ഞാൻ നിന്നെ നശിപ്പിക്കാൻ വന്നതാണ്. വളരെ ഭംഗിയായി ഞാൻ നിന്നെ നശിപ്പിക്കും.